Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 11th chapter, that is Sunitha in Space. Space illa kathkalana ivide parayunnathu. Straight from the heart. What do you think the earth look like? Bhoomi enduvole irikkunna? Make a drawing of the earth in your note. Bhoomiyude oru chitram nammade notebook il varakkuka. On your drawings, show where you are. Aa drawings il ningal evideyanu ennullathu soojipikkanam. Take a look at your friend's drawing too. കൂട്ടുകാരുടെ ഡ്രോയിങ്ങും ശ്രദ്ധിക്കുക. What is our earth really like? നമ്മുടെ എർത്ത് റിയലി എന്തുപോലെയാണുള്ളത്? ഉസൈറ ആൻഡ് ഷാഹ്മീർ are playing with the globe. അവരെന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഗ്ലോബ് വെച്ചിട്ടാണ് കളിക്കുന്നത് അല്ലേ? While they play, they are talking to each other. കളിക്കുന്ന സമയത്ത് അവർ തമ്മിൽ മിണ്ടുന്നുമുണ്ട്. ഉസൈറ, do you know the Sunitha Williams is visiting our school tomorrow? അപ്പം നിനക്കറിയോ സുനിത വില്യംസ് അവർ നമ്മുടെ സ്കൂള് സന്ദർശിക്കുന്നുണ്ട്. I have heard that she had spent more than 6 months in space. ശൂന്യാകാശത്ത് അവർ എത്ര മാസം സ്പെൻഡ് ചെയ്ത്? 6 മാസം. ഷാമിർ, ലുക്കിംഗ് അറ്റ് ദ ഗ്ലോബ്. അപ്പൊ ഗ്ലോബിൽ നോക്കി ലുക്ക് ഹിയർ ഈസ് അമേരിക്ക, ആഫ്രിക്ക, ഹിയർ ഈസ് സ്പേസ്. ആഫ്രിക്ക അമേരിക്ക ഉണ്ട്. അപ്പോൾ എന്താണ് സ്പേസ് എവിടെയാണ്? ഉസൈറ, ദ സ്കൈ, സ്റ്റാർ, സൺ, മൂൺ, ദേ ആർ ഓൾ ഇൻ സ്പേസ്. അല്ലേ? ആകാശം, പിന്നെന്താ നക്ഷത്രം, സൂര്യൻ, ചന്ദ്രൻ, ഇതെല്ലാം എവിടെയാണ്? ശൂന്യാകാശത്താണ്. ഷാഹ്മീർ, യെസ് ഐ നോ സുനിത വില്യംസ് വെന്റ് ടു സ്പേസ്ഷിപ്പ്. I saw on TV that she would see the earth from there. അതായത് സുനിത വില്യംസ് ശൂന്യാകാശത്താ പോയത് എന്ന് എനിക്കറിയാം, ഞാൻ ടി വിയിൽ കണ്ടിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് അവരെന്താ ഭൂമിയെ കാണുന്നുണ്ടാവുക. ഉസൈറ, യെസ് ഫ്രം there the earth look like the globe. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഭൂമി എന്തായിട്ട് ഒരു ഗ്ലോബ് പോലെ കാണുക. ഉസൈറ, യെസ് ഫ്രം there the earth look like the globe. ഷാമിർ, for it look like the globe, then where are we? എന്നാൽ നമ്മൾ എവിടെയാണ്? ഉസൈറ takes a pen and place it on the globe. ഒരു പെൻ എടുത്തിട്ട് ഗ്ലോബിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഉസൈറ, here we are. ഇവിടെയാണ് നമ്മൾ. This is India. ഇതാണ് ഇന്ത്യ. ഷാമിർ, if we were like this, we would all fall off. I think we must be inside the globe. അപ്പോൾ നമ്മൾ ഇതുപോലെയാണെങ്കിൽ നമ്മളെല്ലാവരും താഴേക്ക് വീഴും അല്ലേ? നമ്മൾ ഗ്ലോബിന്റെ ഉള്ളിലായിരിക്കണം. ഉസൈറ, if you are inside, then where is the sky? നമ്മളെല്ലാവരും ഉള്ളിലാണെങ്കിൽ ആകാശം എവിടെയാണ്? സൺ, മൂൺ ആൻഡ് സ്റ്റാർസ്, അതൊക്കെ എവിടെയാണ്? We must be on the globe. നമ്മൾ ഗ്ലോബിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. And all the seas and oceans must also be on the സീസും കടലും സമുദ്രവും ഒക്കെ എവിടെയാണ്? ഗ്ലോബിൽ തന്നെയാണ് ഉള്ളത്. ഷാമിർ, പോയിന്റിംഗ് ടുവേർഡ്സ് ദ ലോവർ പാർട്ട് ഓഫ് ദ ഗ്ലോബ്. ഗ്ലോബിന്റെ താഴേക്ക് ചൂണ്ടിക്കാണിട്ട്, യു മീൻ ടു സേ ദാറ്റ് നോ വൺ സ്റ്റേസ് ഹിയർ. അതായത് ഒരാളും ഇവിടെ ഇല്ല എന്നാണോ പറയാൻ വരുന്നത്? ഷാമിർ, പീപ്പിൾ ലീവ് ഹിയർ ടു. ബ്രസീൽ ആൻഡ് അർജന്റീന, ജനങ്ങൾ ഇവിടെയും ജീവിക്കുന്നുണ്ട്. ബ്രസീലും ആൻഡ് അർജന്റീന ആർ ഹിയർ. ഷാമിർ, ആർ ദ പീപ്പിൾ ദേ സ്റ്റാൻഡിങ് അപ്സൈഡ് ഡൗൺ? തല കീഴ്പോട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്. വൈ ഡോണ്ട് ദീസ് പീപ്പിൾ ഫോൾ ഓഫ്? എന്തുകൊണ്ട് അവർ ഫോൾ ചെയ്യുന്നില്ല? ഉസൈറ, യെസ് ഇറ്റ് ലുക്ക് സ്ട്രേഞ്ച് ഇസ്ന്റ് ഇറ്റ്? ഒരു ആശ്ചര്യം തന്നെയാണ്. ആൻഡ് ദിസ് ബ്ലൂ പാർട്ട് മസ്റ്റ് ബി എ സീ. നീല കാണുന്നതൊക്കെ എന്താണ്? സീ ആണ്, കടലാണ്. വൈ ഡസന്റ് ദി സീ വാട്ടർ ഫോൾ ഓഫ്? കടൽ വെള്ളം എന്താണ് പോവാത്തത്, ചാടിപ്പോവാത്തത്? വാട്ട് ഡു യു തിങ്ക്? ഇസ് ദ എർത്ത് ഈസ് റൗണ്ട് ലൈക്ക് എ ഗ്ലോബ്? ഹൗ ഈസ് ഇറ്റ് ദാറ്റ് വി ഡു നോട്ട് ഫോൾ ഓഫ്? It is due to the gravitational force of the earth that we are not falling off. Do the people in Argentina stand upside? No, it is from the globe. As we are seeing the globe, it seems like that. Talking with Sunitha. When Sunitha Williams came to India, thousands of children like Uzaira and Shamar got a chance to meet her. അപ്പോൾ സുനിത വില്യംസ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 1000-ഓളം കുട്ടികൾക്ക് അവരെ കാണാൻ പറ്റി അല്ലേ? സുനിത says that her friend Kalpana Chawla wanted to come to India and meet children. She came to India to fulfill Kalpana's dream. അതായത് അവരുടെ ഫ്രണ്ടാണ് കൽപ്പന ചൗള അല്ലേ? അവരാ ഇതിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇന്ത്യയിലേക്ക് വന്ന കുട്ടികളെയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് ആര്? സുനിത വില്യംസ് ഫുൾഫിൽ ചെയ്തത്. സുനിതാസ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഇൻ സ്പേസ്. We could not sit at one place. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. We kept floating in the spaceship from one end to another. ഞങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ, ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക്. വാട്ടർ ടു ഡസൻറ്റ് സ്റ്റേ അറ്റ് വൺ പ്ലേസ്. വെള്ളവും ഒരു ഭാഗത്ത് തന്നെ നിന്നിരുന്നില്ല. ഇറ്റ് ഫ്ലോസ് അറൗണ്ട് ആസ് ബ്ലോബ്സ്.
അപ്പോൾ വെള്ളം എന്താണ് ഓരോ തുള്ളികളായിട്ടാണ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ടു വാഷ് അവർ ഫേസ് ഓർ ഹാൻഡ്സ് വി ഹാഡ് ടു ക്യാച്ച് ദിസ് ഗ്ലൗസ്. ഒന്ന് മുഖം കഴുകാനോ കൈ കഴുകാനോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വെള്ളത്തുള്ളികൾ പിടിച്ചെടുക്കണം. വെറ്റ് പേപ്പർ വിത്ത് ദം. നനഞ്ഞ പേപ്പർ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. വി എയ്റ്റ് വെരി ഡിഫറെൻ്റ്ലി ഹിയർ. ഞങ്ങളുടെ ഭക്ഷണ രീതികളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ദ റിയൽ ഫൺ വാസ് വെൻ ഓൾ ഓഫ് us വുഡ് ഫ്ലോട്ട് ഇൻ ദ ഡൈനിങ് ഏരിയ ഓഫ് ദ സ്പേസ് ഷിപ്പ് ആൻഡ് ക്യാച്ച് ദ ഫ്ലോട്ടിംഗ് ഫുഡ് പാക്കറ്റ്സ്. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞങ്ങൾ ഡൈനിങ് റൂമിൽ ഇരിക്കുമ്പോഴായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫുഡ് പാക്കറ്റ്സ് ഒക്കെ എന്താണ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ക്യാച്ച് ചെയ്യേണ്ട ആവശ്യം വന്നു. In this space, there was no need to use a comb. My hair kept standing all the time. അപ്പോൾ സ്പേസിൽ എന്താണ് ശൂന്യാകാശത്ത് തല ചീകേണ്ട ആവശ്യമില്ല. എപ്പോഴും തല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, മുടിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നോട്ട് ഏബിൾ ടു വാക്ക്, ഒന്ന് നടക്കാൻ പോലും പറ്റില്ല. വി ഹാഡ് ടു ഗെറ്റ് യൂസ് ടു ഫ്ലോട്ടിങ് അറൗണ്ട്. ഞങ്ങൾ എഴിഞ്ഞുകൊണ്ടാ നടക്കുക, നീന്തിക്കൊണ്ടാ നടക്കുക. വി ഹാഡ് ടു ലേൺ ടു ഡു സം തിങ്സ് ഡിഫറെൻ്റ്ലി. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ടു സ്റ്റേ അറ്റ് വൺ പ്ലേസ് വി ഹാഡ് ടു സ്ട്രാപ്പ് അവർസെൽസ് ദേർ. ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പിടിച്ച് നിൽക്കണം. പേപ്പേഴ്സ് ഓൾസോ ഹാഡ് ടു ബി സ്റ്റക്ക് ടു ദ വാൾ ഓഫ് ദ സ്പേസ്. പേപ്പറൊക്കെ എന്ത് ചെയ്യും? ചുമരിലേക്ക് ഒട്ടിയാണ് നിൽക്കുന്നത്. ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ ലിവിങ് ഇൻ സ്പേസ്. ഇറ്റ് വാസ് ഓൾസോ ഡിഫിക്കൽട്ട്. അല്ല തമാശയാണ് അവിടെ ജീവിക്കുന്നത്, പക്ഷേ ബുദ്ധിമുട്ടും ഉണ്ട് അതിൽ. ലുക്ക് അറ്റ് ദ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് റൈറ്റ്. ഈ ഫോട്ടോഗ്രാഫ് നോക്കിയിട്ട് എഴുതുക. Can you think why Sunitha's hair was standing? Because in the space, the weight of the object will be nearly 1/6. Look at Sunitha's photographs and the dates written on each. Write what all happening and when. We took off. പോയത് എപ്പോഴാ? 9/12/2006. Our feet did not stay on the floor. അതായത് കാല് നിലത്ത് കുത്തണില്ല, പറന്നിട്ടാണ് നടക്കുന്നത്. 11/12/2006. പിന്നെ ഇതെന്താ? Where is the food flying away? Food particles ഒക്കെ എന്താണ് പറന്നുകൊണ്ടിരിക്കുക. 11/12/2006. Look my hair standing. മുടി കണ്ടില്ലേ നിൽക്കുന്നത്. No problem while working. വർക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. സുനിത ഔട്ട്സൈഡ് ദ സ്പേസ് ഷിപ്പ്, റിയലി ഇൻ സ്പേസ്, പുറമേയാണത്. ഓക്കെ, 16/12/2006 നാസ പുറത്തുവിട്ടതാണ്. ക്ലാസ് റൂം ബിക്കം എ സ്പേസ് ഷിപ്പ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഇപ്പോൾ സ്പേസ് ഷിപ്പ് ആയിരിക്കുകയാണ്. Close your eyes. Imagine that your class is a space ship. Zoom in 10 minutes. You have entered in space. Your spaceship is now going around the earth. Now say, are you able to sit at one place? ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? What about your hair? മുടിയുടെ കാര്യം എന്തായി? Oh look, where are your bags and books going? ബാഗും ബുക്കും എവിടെയാ പോകുന്നത്? And what is your teacher doing? ടീച്ചർ എന്താ ചെയ്യുന്നത്? Where is your chalk? ചോക്ക് എവിടെയാണ്? How did you eat your food during the break? ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ഭക്ഷണം എങ്ങനെയാ കഴിച്ചത്? അതായത് അവരിപ്പോൾ സ്പേസ് ഷിപ്പിലാണ് എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. What happened to the ball that you threw up? നിങ്ങൾ എറിഞ്ഞ ബോളിന് എന്ത് സംഭവിച്ചു? Is it not amazing? ഇത് ആശ്ചര്യമുള്ള കാര്യമാണ് അല്ലേ? On the earth, when we throw something up, ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും എറിയുകയാണെങ്കിൽ എന്താണ്? അത് താഴേക്ക് വരും അല്ലേ? It comes because of the gravitational force of the earth. When we throw a ball up in the air, നമ്മൾ ഒരു ബോള് വായുവിലേക്ക് എറിയുകയാണെങ്കിൽ it falls back, അത് താഴേക്ക് പോരും. We are able to catch it. അതിനെ പിടിക്കാൻ പറ്റും നമുക്ക്. On the earth, we do not keep floating around. ഭൂമിയിൽ എന്താണ്? നമ്മൾ പറന്നുകൊണ്ടിരിക്കില്ല. When we fill a glass or bucket with water, it stays there. ഗ്ലാസ്സോ ബക്കറ്റോ വെള്ളം വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. It doesn't float around in blobs as Sunitha Williams says. It doesn't float around. അതെന്താണ്? പറന്നുകൊണ്ടിരിക്കില്ല അല്ലേ? വെള്ളത്തുള്ളികൾ പോലെ പറന്നുകൊണ്ടിരിക്കില്ല. സുനിത വില്യംസ് പറഞ്ഞ പോലെ. It is something special about the earth that makes this happen. അപ്പോൾ ഭൂമിയിൽ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ട്, ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് അതവിടെ സംഭവിക്കുന്നത്. The earth pulls everything towards itself. ഭൂമി എല്ലാ കാര്യവും തന്നിലേക്ക് ആകർഷിക്കുകയാണ്. സുനിത വില്യംസ് went 360 kilometers away from the earth. സുനിത വില്യം 360 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് അകലേക്കാണ് പോയത് സ്പേസ് ഷിപ്പിൽ. Think how far this would be. എത്ര അകലെ ആയിരിക്കും ഇത്? Find out which town or city is located. അപ്പോൾ ഏത് സിറ്റിയോ ടൗണോ ആണ് 360 കിലോമീറ്റേഴ്സ് എവേയിൽ നിന്ന് away from where you live, നമ്മൾ ജീവിക്കുന്നതിനെക്കാട്ടിയും ദൂരെ ഇരിക്കുന്നത്.
This is how far Sunitha Williams went away from the earth. ഇങ്ങനെയാണ് സുനിത വില്യംസ് പോയത് അല്ലേ? Can you now say why Sunitha's hair kept standing up? അതായത് സ്പേസിൽ എയർ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. Think why water flows downwards any slope on mountains to water flows. ഇപ്പോൾ മൗണ്ടനിൽ മലകളിലാണെങ്കിൽ നമ്മൾ എന്താ കാണുക? വെള്ളം താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, മുകളിലേക്കല്ല അല്ലേ? അടുത്തത് എന്താണ്? ഒരു മാജിക് വൺ എന്ന് പറഞ്ഞൊരു കളിയാണ്. എ ടൈനി പേപ്പർ റൈസസ് എ കോയിൻ. ഒരു പേപ്പർ കോയിനെ പൊക്കുന്ന കാഴ്ചയാണ്. ടേക്ക് എ 5 rupee കോയിൻ ആൻഡ് എ സ്മോൾ പീസ് ഓഫ് പേപ്പർ. 5 rupee കോയിനും എടുക്കുക, ഒരു പീസ് ഓഫ് പേപ്പറും എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ദ പേപ്പർ ഷുഡ് ബി അബൌട്ട് 1/4 ദ സൈസ് ഓഫ് ദ കോയിൻ. കോയിന്റെ ഭാഗമായിരിക്കണം ആ പേപ്പർ. ഹോൾഡ് ദ കോയിൻ ഇൻ വൺ ഹാൻഡ്. ഒരു ഭാഗത്ത് ഒരു കോയിനെ ഒരു കയ്യിൽ പിടിക്കുക, ആൻഡ് ദ പേപ്പർ മറുഭാഗത്ത്. ഡ്രോപ്പ് ദം അറ്റ് ദ സെയിം ടൈം. രണ്ടും ഒപ്പം വീഴ്ത്തുക. വാട്ട് ഹാപ്പൻ? എന്താ സംഭവിക്കുക? നൗ പ്ലേസ് ദ ടൈനി പേപ്പർ ഓൺ ദ കോയിൻ ആൻഡ് ഡ്രോപ്പ് ഇറ്റ്. ആ പേപ്പർ കോയിനിൽ ഇട്ടിട്ട് താഴേക്ക് ഇടുക. വാട്ട് ഹാപ്പൻ ദിസ് ടൈം? ഇപ്പൊ എന്താ സംഭവിച്ചത്? സർപ്രൈസ്ഡ്. മാജിക് 2. എ മൗസ് ലിഫ്റ്റ് ആൻ എലഫന്റ്. ഒരു എലി എന്താണ്? എലഫന്റിനെ പൊക്കുകയാണ് അല്ലേ? ടു പ്ലേ ദിസ് യു വിൽ നീഡ് എ സ്മോൾ സ്റ്റോൺ. ഇത് കളിക്കാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കല്ലിന്റെ ആവശ്യമുണ്ട്. ഒരു ബിഗർ സ്റ്റോൺ, ലെമൺ സൈസ്ഡ് ആൻഡ് തിക്ക് റോൾ ഓഫ് പേപ്പർ. മൗസ് ആൻഡ് ആൻ എലഫന്റ് മെയ്ഡ് ഓഫ് പേപ്പർ. ടേക്ക് എ സ്ട്രിങ് അബൌട്ട് 2 feet ലോങ്. സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു വള്ളി. ആൻഡ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ് ടൈ ദ സ്മോൾ എൻഡ്. അതിന്റെ അറ്റത്താണ് നമ്മൾ ഈ കല്ല് കെട്ടുന്നത്. സ്റ്റിക്ക് ഓർ ടൈ ദ മൗസ് ടു ദ സ്റ്റോൺ. പുട്ട് ദ സ്ട്രിങ് ഇൻ ടു ദ റോൾ ഓഫ് പേപ്പർ. സ്ട്രിങ് ഏതിലേക്കാണ്? പേപ്പറിലേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. Bigger stone and the stick the elephant. Hold the roll of paper and move your hand on. Rotate the small stone. Who is pulling them? You will be surprised. The mouse lift the elephant. How will this magic happen? ഇതൊന്ന് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. What are the lines really? Where are the lines really? Sunitha describes a view of the earth from spaceship. The earth looks so beautiful and amazing. Earth ഭൂമിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. We could catch it for hours. മണിക്കൂറുകളോളം നമുക്കത് പറയാൻ പറ്റുമായിരുന്നു. From the window of the spaceship. We could clearly see the curved shape of the earth. ഭൂമിയുടെ വളഞ്ഞ ചിത്രം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. Look at the photograph of the earth. ഭൂമിയുടെ ചിത്രമാണിത് അല്ലേ? Taken from a spaceship. From such photographs today we know that the earth looks like. ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് നമുക്ക് ഭൂമി എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. But thousands of years ago, people could only imagine what the earth looked like. അല്ലേ? Thousands of years ago, ആൾക്കാർക്ക് എന്താണ്? ഊഹിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. Scientists tried hard to find out. ശാസ്ത്രജ്ഞര് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രമൊക്കെ നമുക്ക് എടുത്തു തന്നത്. How big is the earth? എത്ര വലുതാണ് ആകാശം? How does it go around? എങ്ങനെയാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? Look at this photograph and tell. ഈ ഫോട്ടോഗ്രാഫ് നോക്കി പറയുക. Can you see India? ഇന്ത്യനെ കാണാൻ പറ്റുമോ? Can you recognize any other place? വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുണ്ടോ? Where is the sea? കടൽ എവിടെയാണ്? Do you find anything similar between the globe and this picture of the earth? ഗ്ലോബും എർത്തിന്റെ പിക്ചറും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി കാണുന്നുണ്ടോ? In what ways are they different? ഏത് വിധത്തിലാണ് അവർ വ്യത്യാസം? Do you think Sunitha would make out Pakistan? Sunitha പാകിസ്ഥാന്, നേപ്പാള്, ബർമ ഇതൊക്കെ കണ്ടുപിടിക്കുമോ? When she saw the earth from space. സ്പേസിൽ നിന്ന് കാണുമ്പോൾ ഇത് കണ്ടുപിടിക്കാറുണ്ടോ? Now look at a globe in your school and tell. സ്കൂളിലെ ഗ്ലോബ് നോക്കി പറയുക. Can you find India? ഇന്ത്യ എവിടെയാണ്? കടൽ എവിടെയാണ്? വേറെ രാജ്യങ്ങൾ എവിടെയാണ്? ഒക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, ക്രിക്കറ്റ് മാച്ച് ഒക്കെ ഇല്ലേ? ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക ഇതൊക്കെ ഗ്ലോബ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഉസൈറ ആൻഡ് ഷാമിറ ലുക്കിംഗ് അറ്റ് ഡിഫറെന്റ് കൺട്രീസ് ഓൺ ദ ഗ്ലോബ്. അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സിലെ ഉസൈറ, ഷാമിറ അവരെന്താണ്? ഗ്ലോബ് നോക്കി പല കൺട്രീസും കണ്ടുപിടിക്കുകയാണ്. ഉസൈറ, see there are lines between the different countries on the globe. അപ്പൊ ഈ ഗ്ലോബിന്റെ എന്താണ് പല കൺട്രീസിന്റെ ഇടയിൽ ലൈൻസുകൾ കാണുന്നുണ്ട്. Are such lines also there on the earth? ഭൂമിയിലും ഇങ്ങനെ വരകൾ കാണുന്നുണ്ടോ? ഷാമിർ, there must be. ഉണ്ടാവുമായിരിക്കും. They are there on the map of India in this book. ഇന്ത്യയുടെ മാപ്പിൽ അത് കാണുന്നുണ്ട്. See there are lines between different states also. പല സ്റ്റേറ്റ് തമ്മിലും എന്താണ് ഇത് കാണുന്നുണ്ട്. ഉസൈറ, if we go from Delhi to Rajasthan, would we find such lines made on the ground? ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ലൈൻസ് നമുക്ക് കാണാൻ പറ്റുമോ? Look at the map of the country and tell. കൺട്രിയുടെ മാപ്പ് നോക്കിയിട്ട് പറയുക. Can you find the state in which you live?
ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ നെയിം ഓൺ ദ മാപ്പ്? മാപ്പിൽ അതിന്റെ പേരെന്താ? വാട്ട് ആർ ദ സ്റ്റേറ്റ്സ്? വിച്ച് ആർ ദ സ്റ്റേറ്റ് നെക്സ്റ്റ് ടു ദ സ്റ്റേറ്റ് യു ലീവ് ഇൻ? Can you find the state in which you live? ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത് കാണാൻ പറ്റുമോ? വാട്ട് റൈറ്റ് ഇറ്റ്സ് നെയിം ഓൺ ദ. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ജീവിക്കുന്നത് അത് മാപ്പിൽ എഴുതുക. വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് നെക്സ്റ്റ് ടു ദ സ്റ്റേറ്റ് യു വിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്നത് കേരള ആണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ കർണാടക, തമിഴ്നാട്. ഹാവ് യു ബീൻ ടു എനി അതർ സ്റ്റേറ്റ്? വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ഷൈമ തിങ്സ് ദാറ്റ് ദർ ആർ ലൈൻസ് ഡ്രോൺ ഓൺ ദ ഗ്രൗണ്ട് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. വാട്ട് ഡു യു തിങ്ക്? When Sunitha saw the earth from space, she found the earth very beautiful. അല്ലേ? ശൂന്യാകാശത്ത് നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ എന്താണ്? നല്ല ഭംഗിയായിരുന്നു ഭൂമി കാണാൻ. Many thoughts came to her. പല ചിന്തകളും അവളുടെ മനസ്സിൽ വന്നു. As she describes, അവർ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ from so far away, one can only make out the land and the sea. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കരയും കടലും മാത്രമേ കാണുള്ളൂ. One cannot see the different countries. പല രാജ്യങ്ങൾ കാണാൻ പറ്റില്ല. Division into countries has been done by us. ഇങ്ങനെ പല ഡിവിഷൻ ആയിട്ടുള്ളത് നമ്മൾ ചെയ്തതാണ്. All the lines on the maps are made by us. എല്ലാ ലൈൻസും വരച്ചത് ആരാണ്? നമ്മൾ തന്നെയാണ്. They are in our minds. നമ്മുടെ മൈൻഡ്സിലുള്ളതാണത്. I wish we all think about this. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കണം. Where are the lines really? എവിടെയാണ് ആ ലൈൻസുകൾ? Look at the sky. Shine. He closed one eye and moves the coin back up. ഒരു കണ്ണടച്ചിട്ട് കോയിന് ബാക്കിലേക്ക് മൂവ് ചെയ്തു. ഫോർത്ത് while looking at the moon ലുക്ക് ചെയ്തിട്ടാണ് ഒരു കണ്ണടച്ചിട്ട് കോയിന് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ലുക്ക്, ഐ ക്യാൻ ഹൈഡ് ദ മൂൺ ബിഹൈൻഡ് ദിസ് കോയിൻ. അതായത് ഈ കോയിൻ വെച്ചിട്ട് എനിക്ക് മൂണിനെ ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഉസൈറ, വൗ, ഇമാജിൻ ഹൈഡിങ് സച്ച് എ ബിഗ് മൂൺ ബിഹൈൻഡ് സച്ച് എ സ്മോൾ കോയിൻ. ഇത്രയും വലിയ മൂൺ ഒരു ചെറിയ കോയിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കേ. വൈ ഡോണ്ട് യു ട്രൈ ടു ഡു ദ സെയിം വിത്ത് ദ കോയിൻ? നിനക്കത് ചെയ്തൂടെ? ഹൗ മെനി സെന്റിമീറ്റേഴ്സ് അവേ ഫ്രം ദ ഐ ഡിഡ് യു കീപ് ദ കോയിൻ ടു ഹൈഡ് ദ മൂൺ? അപ്പൊ എത്ര ദൂരം വെക്കണം നമ്മൾ മൂണിനെ ഹൈഡ് ചെയ്യാൻ? Think, do you think the moon is flat like the coin or round like a ball? മൂൺ എന്താണ്? കോയിനെ പോലെ ഫ്ലാറ്റോ അല്ലെങ്കിൽ ബോളിനെ പോലെ റൗണ്ട് ആണോ? Have you ever looked carefully at the sky at night? രാത്രി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? Don't the twinkling stars look magical? അല്ലേ? സ്റ്റാർസ് ഒക്കെ നല്ല എന്താണ് മാജിക് പോലെ ഉണ്ടാവും. And sometimes the moon is silvery. സിൽവർ നിറമായിരിക്കും മൂണ് and bright. നല്ല തിളക്കമുണ്ട്. While sometimes it is nowhere to be seen in the black sky. ചില സമയത്ത് അതിനെ കാണുക പോലും ഇല്ല. Look at the moon tonight and draw what it looked like. ഇന്ന് രാത്രി മൂണിനെ കണ്ടിട്ട് അത് എങ്ങനെ ഉണ്ടാവുക നോക്കുക. Look and draw again after 1 week, after 15 days. ഒരാഴ്ച കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും നോക്കുക. പിന്നെ after 15 days. Okay, so if today moon is like this, after 1 week it will be like this. After 15 days it will be a full moon. അതുപോലെ നമ്മൾ നോട്ട് ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു എത്ര എങ്ങനെ രണ്ടാഴ്ച കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കുക. When is the first next full moon? At what time will the moon rise on this day? What does the moon look like this on the day? അല്ലേ? നെക്സ്റ്റ് ഫുൾ മൂൺ ഓരോ 15 ദിവസം കഴിയുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. What are the festivals related to the moon? മൂണിനെ ആധാരമാക്കിയുള്ള ഫെസ്റ്റിവൽസ് ഏതൊക്കെയാ? ഈദിന് എപ്പോഴും അവർ മൂണിനാണ് നോക്കാറ്. അതുപോലെ എന്താണ് ഹോളിന് സമയത്തും മൂണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. At night look at the sky carefully for 5 minutes. What do you see? 5 മിനിറ്റ് ആകാശത്തേക്ക് ഒന്ന് നോക്കി നിൽക്കുക. അപ്പൊ എന്തൊക്കെയാ നിങ്ങൾ അവിടെ കാണുക? Did you see anything moving in the sky? ആകാശത്ത് അനങ്ങുന്ന പോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ? What do you think it could be? അതെന്തായിരിക്കും? A star or a shooting star or a satellite? അല്ലേ? സ്റ്റാറോ ഷൂട്ടിംഗ് സ്റ്റാറോ സാറ്റലൈറ്റോ ആയിരിക്കും. Used in the TV, telephones, weather reports. Find out more details about this. Look at the table and tell. Given below are the times at which the moon rises and moon set. Moon rise ചെയ്തിരിക്കുന്നത് 1916, set ചെയ്തിരിക്കുന്നത് 8:50. Okay. On 20th October, the moon come out at dash minute past dash clock where 16 minute past 19 o'clock. Okay. Then on 27th, there was a difference of dash hours and dash minutes in the time of the moon rise as compared to the 28th October. If you saw the moon rising at 7 p.m. today,
What would you see it at the same time tomorrow? Would you see it the same time? On 31st October, the time of setting up. Same time അല്ല കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ? Time of setting of the moon is given as 12:03. Have you seen the moon at 12 in the afternoon? No. Why don't you see the moon or stars during the day? The point is also raising such questions. Stars are twinkling in the sky. Why do they twinkle? Tell me why. How many can you see? Some seem near, some seem far. Is there a name for every star? How many can you see? They shine so bright in the dark of night. Why do they hide in the morning light? How many can you see? Some shining stars we know so well, but every star has a tale to tell. How many can you see? An interesting photograph. A spaceship went to the moon. This photograph of the earth was clicked from the surface of the moon. See how the earth is looking. Can you see the surface of the moon? These are the many questions that is being asked. Do your best and things will work out. When Sunitha was 5 years old, she saw pictures of Neil Armstrong landing on the moon. അപ്പോൾ സുനിതയുടെ കഥകളാണിത്. ചെറുപ്പത്തിൽ എന്താ കണ്ടിരുന്നതെന്നുള്ളത്. 1969, Neil Armstrong was the first man to walk on the moon. Like any other child, Sunitha was also fascinated. Sunitha says that when she was younger, she really loved sports and swimming. She was never too interested in studies. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. After high school, Sunitha wanted to become a diver, but she could not get into that course. Instead, she became a helicopter pilot. One day, she found out that if she studied and trained for it, she would join the space mission. And that is what she did. In 2007, Sunitha Williams set a new record of the longest space flight by a woman. Sunitha often gives her own example to the children. If you want something, but you get something else, do not give up. Do your best and things will work out. When Sunitha was asked by a child, what would she like to be in future, she answered, I would become a school teacher so that she could make children understand how science and maths are closely linked in our lives. What we had learned, why do children always slide down the slide and not up? If the slide were there in Sunitha's space craft, would children slide like this? No, they will be sitting still. Yeah. Look at Earth from the space. Sunitha said different countries cannot be seen and separate from here. These lines are in the paper. They are made by us. Okay, so that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.